RCM എന്ന നന്മയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നന്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകിയത് ഞങ്ങളുടെ മോട്ടിവേറ്ററും ഞങ്ങളുടെ നല്ല എന്താ പറയാ എനർജറ്റിക് ലീഡറുമായിട്ടുള്ള സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ കവിത മാഡം ആണ്. കവിത മാഡത്തിനും ഫാമിലിക്കും ഈ നിമിഷം ഞാൻ എന്റെ സ്നേഹം അറിയിക്കുകയാണ്. സാറ് പറഞ്ഞു ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഞാൻ ഈ RCM എന്ന നന്മ മനസ്സിലാക്കിയതെന്ന്. ശരിയാണ്, ഒരുപാട് വർഷം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കാരണം തുടക്ക കാലഘട്ടത്തില് ഒരു യൂത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയാ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഓഫീസ് ജോബുകളോടായിരിക്കും കൂടുതൽ നമ്മൾ യൂത്തിന് താല്പര്യം കൂടുക. കാരണം എന്താ, പുറമേ നിന്ന് നോക്കുമ്പോൾ ആളുകള് പഠിച്ച കുട്ടികള് പോകുന്ന കാണുമ്പോൾ തന്നെ അവര് നല്ല സെറ്റപ്പ് ആയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നല്ല സ്റ്റാറ്റസോട് കൂടിയാണ് കഴിയുന്നത്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക്. എനിക്കും അങ്ങനെ ഒരു ചിന്താഗതി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നപ്പോഴും ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഞാനായാലും എന്റെ ബ്രദർ ആയാലും ഫാദർ ആയാലും അമ്മയാണ് ഞങ്ങൾക്ക് ഈ RCM എന്ന നന്മ വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും അമ്മ പറയുന്നതൊന്നും ഞങ്ങള് എന്താ പറയാ കേൾക്കാറില്ല. നെഗറ്റീവ് എല്ലാവരുടെയും ആദ്യം എങ്ങനെയാണോ നമ്മൾ അപ്രോച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ അപ്രോച്ച് എടുത്തത്. എന്താ, നെഗറ്റീവ് ആയിട്ടാണ്. എന്ത് കൊണ്ടുവന്നാലും അമ്മയുടെ RCM ഒന്നും നമുക്ക് വേണ്ട, അങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അതിന് കാരണം എന്റെ അമ്മ അത്യാവശ്യം ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നിരുന്ന വ്യക്തിയാണ്. ഒരു പാർലറൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വരുമാനമുള്ള ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്, RCM നമ്മൾക്ക് കൊണ്ടുവന്ന സമയത്ത്. ആ ടൈമിൽ നമ്മൾ നോക്കുമ്പോ എന്താ, അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ട് ഒരു ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിലെ ഇറങ്ങി ഉപ്പും മുളകും മല്ലിയൊക്കെ വിൽക്കാൻ നടക്കാണ്. അപ്പോ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ, എന്റെ അമ്മ അങ്ങനെ സഞ്ചി തൂക്കി നടക്കണോന്ന് പറയുമ്പോ നമുക്കൊരു എന്താ ഒരു നാണക്കേട് പോലെ കുട്ടികളോട് പറയാൻ. അത് തന്നെയായിരുന്നു എനിക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പറയുന്നതൊന്നും അമ്മ ചെവി കേൾക്കില്ല. നാം പറയുന്നതൊന്നും അമ്മ ഞാൻ പറയും ഇതാണ് എനിക്ക് വേണ്ടത്, അത് ഞാൻ ചെയ്യും, എങ്ങനെയുള്ളൊരു ഉറച്ച തീരുമാനത്തോടു കൂടി അമ്മ മുന്നോട്ട് പോയി. ഞങ്ങള് പിന്നെ നമ്മൾ വിചാരിച്ചു അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ, അമ്മ മുന്നോട്ട് പൊക്കോട്ടെ, നമുക്ക് ഒന്നും പറയണ്ട, അമ്മയുടെ ഇഷ്ടല്ലേ, അങ്ങനെ ഞങ്ങൾ വിട്ടു. പക്ഷെ ഞാനിത് RCM ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് RCMന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ RCM നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുന്നേ തൊട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലഡ് കുറവായിരുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വരും. കാരണം എനിക്ക് ഒട്ടും തന്നെ എനർജി ഉണ്ടാവില്ല. കുറച്ചു നേരം വെയിലത്തൊക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തല കറങ്ങി വീഴും. അത്രയും ടയേർഡായിട്ട് അല്ലെങ്കിൽ അത്രയും എനർജി കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്താ പറയാ ഒരു സ്ത്രീയിലേക്ക് കടക്കുന്ന ഒരു ടൈം വരുമ്പോ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒട്ടും ബ്ലഡ് ഇല്ലാത്ത ഒരു വ്യക്തി ഫുഡ് കഴിക്കാണ്ടിരുന്ന ക്ഷീണിച്ച് തലകറങ്ങി വീഴുന്ന ഒരു വ്യക്തിക്ക് ഒരു ആർത്തവം കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും. അത് അനുഭവിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ബുദ്ധിമുട്ടാണോ എന്നുള്ളത്. കാരണം എന്റെ പീരിയഡ്സ് ടൈമിൽ എനിക്ക് ഒട്ടും എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം എനിക്ക് ആ ടൈം ചെയ്തുകൊണ്ടേയിരിക്കും. വീട്ടിലുള്ളവർക്ക് പ്രശ്നം, നമുക്ക് എഴുതാൻ പോയത് ഇതുപോലെ എന്താ പറയാ പെയിൻ കില്ലർ അടിച്ചിട്ട് പെയിൻ നിൽക്കണില്ല. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നെ എന്റെ അമ്മയും അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ റെഡിയാക്കി അതിൽ എന്നെ കെടുത്തിയിട്ടാണ് ഞാൻ ആ എക്സാം എഴുതിയത്. പക്ഷെ അവരോട് എനിക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കും. അവശ്യ നിലയിലാണ് ഞാൻ അന്ന് എക്സാം എഴുതാൻ പോയത്. പക്ഷെ നമുക്ക് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത് ആനുവൽ എക്സാം ആണ്. നമുക്കത് അടുത്ത ഒരു ഇതിലേക്ക് പോകണമെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എന്റെ ഓരോ പീരിയഡ് ടൈമും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് RCM എന്ന് പറയുന്ന ഒരു ദൈവദൂതൻ എന്നൊക്കെ പറയില്ലേ, ദൈവദൂതനെ പോലെ വന്നതാണ് എന്റെ മാഡം. മാഡം എന്ന് പറയാൻ പറ്റില്ല, എന്റെ സ്വന്തം ആന്റിയാണ് കവിത മാഡം. ആ മാഡത്തിലൂടെയാണ് നമുക്കത് കിട്ടിയത്. അപ്പം ഞാൻ ആദ്യം
യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. പെയിനൊക്കെ വരും, പെയിൻ കില്ലർ എടുത്താൽ പോരേന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്റെ അമ്മ എന്നോട് ഒരുപാട് നിർബന്ധിച്ചു, നീ ന്യൂട്രിചാർജ് വുമൺ കഴിക്കൂന്ന്. ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കാനൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല ആദ്യം. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ഹോർമോണൽ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നിറയെ പിമ്പിൾസ് ഒക്കെ വരും. പിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും എനിക്ക് പിമ്പിൾസ് ആയിരുന്നു. അത് വലിയ രീതിയിൽ വന്നിട്ട് നിറയെ ഡോട്ട്സ് ഒക്കെ വന്നു തുടങ്ങും, എന്താ പറയാ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്നു തുടങ്ങി. അതുമാതിരി എന്താ പറയാ പിമ്പിൾസ് ആയിരുന്നു എന്റെ ഫേസിൽ. അപ്പൊ അമ്മ പറഞ്ഞു വന്ന, നീ ഇത് കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് അലോവേരയുടെ മൾട്ടിപർപ്പസ് ക്രീം എനിക്ക് അമ്മ കൊണ്ടു തന്നു. ശരി, ഒരുപാട് ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ, ഇതും കൂടി യൂസ് ചെയ്ത് നോക്കാന്ന് വെച്ച് ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ ആർസിഎമ്മിന്റെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മൾട്ടിപർപ്പസ് ആണ്. അതും അതുപോലെ നമ്മുടെ ഫേസ് വാഷും. ഇത് രണ്ടും യൂസ് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ആദ്യം ഉണ്ടായ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പിമ്പിൾസ് മൊത്തം കൂടുക ചെയ്തത്. എനിക്കപ്പോ ആകെ ടെൻഷൻ, ഇത് എന്താ ഉണ്ടായി, ആകെ മുഖത്ത് മൊത്തം കുരുക്കളായല്ലോ എന്ന്. നമ്മൾ കുരു പോവാൻ വേണ്ടിട്ട് ഒരു സംഭവം ചെയ്തിട്ട് ഇത് ആകെ പൊന്തുക ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അമ്മേനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഇത് എന്തിനാ എനിക്ക് തന്നേന്റെ സ്കിൻ ആകെ പ്രശ്നമായി, നിറച്ച് പിമ്പിൾസ് വരികയാണല്ലോ ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, നീ അത് യൂസ് ചെയ്ത് തുടങ്ങിയാലാണ്, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താലാണ് നമുക്കത് മാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമൊന്നും കേട്ടില്ല. പക്ഷെ ആ ടൈമില് എനിക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറാൾഡ് ഗിരി സാറിന്റെ ഒരു ഹോം മീറ്റിംഗ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമില്. അപ്പൊ സാറ് വന്ന് ഇതിന്റെ ഓരോ ഗുണങ്ങൾ പറഞ്ഞപ്പോ, നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലുള്ളവർ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറമേന്ന് ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഞാൻ സാറ് അങ്ങനെ ഒരു ഹെൽത്ത് ക്ലാസ് തന്നു, അഡ്വൈസ് ഒക്കെ ചെയ്തു, ഇങ്ങനെയാണ് അതിന്റെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂസ് ചെയ്ത് വന്നപ്പം ഇപ്പൊ എന്റെ സ്കിന്നില് പിമ്പിൾസ് വരുന്നില്ല. ഒരുപാട് മാറ്റം വന്നു. അതാണ് എന്നെ ആദ്യം തന്നെ ആർസിഎമ്മിൽ ഇഷ്ടപ്പെടാനായിട്ട്, പ്രോഡക്ട്സ് ഇഷ്ടപ്പെടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ആർസിഎമ്മിന്റെ മൾട്ടിപർപ്പസും ഫേസ് വാഷാണ്. പിന്നെ ഞാൻ അമ്മ പറഞ്ഞു, ഓക്കെ ഇത് കുഴപ്പമില്ല, നല്ല പ്രോഡക്ട്സ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ ന്യൂട്രീഷ്യൻസ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് എല്ലാ ന്യൂട്രീഷ്യൻസ് ഒന്നും കഴിക്കാൻ പറ്റില്ല, പ്രോട്ടീൻ ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് വേറൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതാണ് തൈറോയിഡ്. തൈറോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതോ കുഴപ്പമില്ല, നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ രാജൻ ഡോക്ടർ പറഞ്ഞു, ന്യൂട്രിചാർജ് വുമൺ കഴിക്കൂ, അതുപോലെ നല്ല പച്ചത്തേങ്ങ ഒക്കെ കഴിക്കണം, പച്ചക്കറികളൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ അങ്ങനെ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ ഒക്കെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്താ പറയാ എന്റെ ശരീരത്തിന് വന്ന ഒരു മാറ്റം എനിക്ക് തന്നെ പ്രകടമായി മനസ്സിലായി. കാരണം ആദ്യമൊക്കെ പീരിയഡ്സ് വന്നു കഴിഞ്ഞാല് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത ഒരു വ്യക്തി പീരിയഡ്സ് വരുന്നത് പോലും അറിയാത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് എന്നെ മാറ്റിയത് ന്യൂട്രിചാർജ് വുമൺ ആണ്. ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും, എന്താ പറയാ, ഇതുപോലെ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ടയേർഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ന്യൂട്രിചാർജ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത്രയും ആക്റ്റീവ് ആയി തുടങ്ങിയത്. ഓക്കെ, ഒരു സാറ് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സാർ. അപ്പൊ ഞാൻ അങ്ങനെ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചു തുടങ്ങി. എനിക്കിപ്പോ തൈറോയിഡ് നോർമൽ ആണ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്ന PCOD ആണ്. ഈ രണ്ടു പ്രശ്നവും നമ്മുടെ ഈ ഒരു ടാബ്ലറ്റ്സ് സാർ കാണിച്ചു, അവിടെ ഉണ്ട്, ഞാനിത് കഴിക്കുന്നതാണ്. ഈ ടാബ്ലറ്റ്സ് എടുത്ത പിന്നെയാണ് എനിക്ക് ഇതൊക്കെ മാറിയത്. അപ്പൊ അങ്ങനെയാണ് ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സ് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോഴും ഞാൻ ആർസിഎം എന്ന ബിസിനസ് കണ്ടിരുന്നില്ല. ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സ് കണ്ടു, ഇഷ്ടപ്പെട്ടു, കഴിക്കും, അത്രേ. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് കല്യാണമൊക്കെ ആയി, കല്യാണം കഴിച്ചു. ഇപ്പം ഹസ്ബൻഡും ഒരു കുട്ടിയുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു ലൈഫൊക്കെ. അതിന് എന്നെ സഹായിച്ചത് നമ്മുടെ ആർസിഎമ്മിന്റെ ന്യൂട്രിചാർജ് ആണ്. കാരണം തുടക്കത്തില് എനിക്കിങ്ങനെ തൈറോയ്ഡ് പ്രശ്നം, PCOD ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം എന്റെ ഫാമിലിയിൽ തന്നെ കുറെ പേർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഫാമിലി ലൈഫ് അത്ര ഹാപ്പി അല്ല, അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികൾ ഉണ്ടാവില്ല, അവർക്ക് ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് അതിന്റെ ബേസിൽ വരുന്നു, അങ്ങനെയൊക്കെ കേട്ട് തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളും വരുന്നു, ഇങ്ങനെയൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ ഞാനൊരു എന്താ പറയാ ഒരു ഫാമിലി ലൈഫിലേക്ക് കയറി ചെല്ലും, നമ്മളറിയാത്ത ഒരു ഫാമിലി, നമ്മൾ കാരണം അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ, അല്ലെങ്കിൽ അവരൊക്കെ സഫർ ചെയ്ത പോലെ ഒരു പ്രശ്നം എനിക്ക് വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻസ് എനിക്ക് വരാൻ തുടങ്ങി. ഞാനപ്പോ എന്താ പറയാ എനിക്ക് പേടിയുണ്ടായിരുന്നു, നമ്മൾ പോകുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെ. പക്ഷെ
അതിനു മുന്നേ തന്നെ RCM നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ മോന് ഒരു പ്രശ്നമില്ലാതെ തന്നെ എനിക്കൊരു നല്ലൊരു മോനെ കിട്ടുകയും ചെയ്തു. അതിന് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട്. പക്ഷെ അതിനു മുന്നേ എനിക്ക് നന്ദി പറയാനുള്ള ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. അവരെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കടക്കാം. ആദ്യം തന്നെ ഈ RCM ബിസിനസ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും തുറന്നു തന്ന നമ്മുടെ ഗ്രേറ്റ് ഗുരു TCGക്ക് ഒത്തിരി 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 നന്ദി. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഇതൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഫാമിലി ലൈഫ് എനിക്ക് തന്നത് നമ്മുടെ RCM ആണെന്ന്. ഇപ്പൊ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ട്. പക്ഷെ RCMൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. RCM എന്താ, RCMൽ എന്തൊക്കെ നമുക്ക് കിട്ടും, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയാനായിട്ടാണ് എനിക്ക് ഒരുപാട് വർഷം എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം. ഒരു സിനിമയിലൊക്കെ പറയണ പോലെ 6 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോ ഈ RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും വന്നത്. അപ്പോ ഇനിയെങ്കിലും RCMൽ നല്ല രീതിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ RCMലേക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു ഒരു തലത്തിലേക്ക് വരാനായിട്ട് എന്നെ സഹായിച്ച കുറച്ച് വ്യക്തികളുണ്ട്. അതില് ആദ്യം തന്നെ നമ്മുടെ ഗ്രേറ്റ് നമ്മുടെ യൂത്ത് ഐക്കൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് തുറന്നു തന്ന രണ്ട് വ്യക്തികളാണ് സുരാഗ് സാറും അർജുൻ സാറും. ആ രണ്ട് വ്യക്തികളാണ് എന്നെ ഇന്ന് ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരവസരം എനിക്ക് തുറന്നു തന്നത്. ആ രണ്ട് വ്യക്തികളാണ്. അവർക്ക് എന്റെ ഒരുപാട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് തുടങ്ങുന്നു. വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞു ന്യൂട്രിചാർജ് പ്രോഡക്ട്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. എനിക്ക് എന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്ന ഒരു ഫേസ് ആണോ ഇതെന്ന് നിങ്ങൾക്ക് തന്നെ. കാരണം പഴയ ഒരു ഫോട്ടോ എന്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫേസ് ഇത്രയൊക്കെ മാറിയത്, മാറ്റാൻ കഴിഞ്ഞത് RCMലൂടെ ആണല്ലോ എന്ന്. അപ്പൊ നമ്മുടെ സാറ് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ മൾട്ടിപർപ്പസ് ക്രീം. എല്ലാവരും യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് വേറെ ഏത് പ്രോഡക്ട്സിനേലും എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ അലോവേരയാണ്. പിന്നെ ഞാൻ പഠിച്ചതും എന്താ ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു ജോലി പഠിച്ചതല്ല ഞാൻ ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ പഠിച്ചത് ഹോസ്പിറ്റാലിറ്റി ആണ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി, അതായത് എയർപോർട്ട് ജോബാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അമ്മ ചെയ്തിരുന്ന ഒരു വർക്കാണ്. അതായത് പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് ആലങ്ങാട്. അമ്മ RCM വണ്ടർ വേൾഡ് ക്യൂക്കിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഷോപ്പ് ഉണ്ട്. ഞാൻ അതിലാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ മക്കളെ ഒരുപാട് പൈസ കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനോ പൈസ ഒക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ? അവരെല്ലാം ഒരു നിലയിലെത്തി നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് എത്ര രൂപയായാലും എത്ര തന്നെ നമുക്ക് അതിന് സഫർ ചെയ്യേണ്ടി വന്നാലും നമ്മൾ അതിനൊരു ബോധറല്ല. എന്റെ മക്കള് നന്നാവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ വീട്ടുകാരും സമ്മതിച്ചു, എന്നെ ഹോസ്പിറ്റാലിറ്റി പഠിക്കാനായിട്ട് ഒരു വിടുകയും ചെയ്തു. പക്ഷെ ആ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് നല്ലൊരു രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു എന്റെ തുടക്കത്തിൽ എനിക്ക് എന്റെ സ്കിൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഒരു എയർപോർട്ട് ബേസ് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര എന്താ പറയാ വൃത്തിയായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം എന്നൊക്കെയാണ് പറയാ. അപ്പൊ അവിടെ തന്നെ പഠിച്ചു വന്ന് ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് തന്നെ എന്റെ സ്കിന്നൊന്നും ഓക്കെ അല്ലല്ലോ, നമ്മൾ തന്നെ എന്താ പറയാ നെഗറ്റീവ് ആവാൻ തുടങ്ങി. ഞാൻ ഒട്ടും അതിന് ഓക്കെ അല്ല അപ്പൊ സ്വയം ഞാൻ എന്നെ തന്നെ എന്റെ കഴിവുകളെ കുറച്ച് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ഫീൽഡിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിന് കുറെ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞപ്പോ വന്നു. നമ്മൾ പഠിക്കാൻ തുടങ്ങി, ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയപ്പോ ആണ് എന്റെ അമ്മയ്ക്ക് വലിയൊരു പ്രശ്നം വന്നിട്ട് ഞങ്ങൾ വീട്ടില് ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയി പോയൊരു സിറ്റുവേഷൻ വന്നു. കാരണം അമ്മ ആ ടൈമിലൊക്കെ സെയിൽ ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. സെയിൽ ചെയ്തിട്ടാണ് അമ്മ ഷോപ്പിലേക്ക് വരാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം സെയിൽ ചെയ്യാൻ പോയി വരുമ്പോഴാണ് എന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നത്. ആക്സിഡന്റ് പറ്റിയപ്പം ഞങ്ങള് വെച്ചിട്ട് നോക്കുമ്പോൾ എന്റെ വീട്ടിൽ ഞാനും അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു സഹോദരനാണുള്ളത്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഞങ്ങളൊരു ചെറിയ ഫാമിലി. അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ മെയിൻ പില്ലർ എന്ന് പറയുന്നത് അമ്മ തന്നെയായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഒരു വീഴ്ച വന്നപ്പോ ഞങ്ങളെല്ലാവരും എന്താ പറയാ മെന്റലി ഫിസിക്കലി ആയാലും ഒക്കെ ഡൗൺ ആയിപ്പോയി. കാരണം
നാളെ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. നാളെ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന വ്യക്തിയാണ് ഹോസ്പിറ്റലായിട്ട് കിടക്കുന്നത്. അത് ഭയങ്കര ഇഷ്യൂ ആയി. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, കാലിന് ഒരുപാട് ഒടിച്ചിൽ, 10-12 ഒടിച്ചിലോളം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പൊ അത്രയും സഫർ ചെയ്തിരിക്കുന്ന ടൈമില് എന്റെ അമ്മ ആർ സി എം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആള് ശരിക്കും കോൺഷ്യസ് അല്ലെങ്കിൽ പോലും ആള് പറയുന്നത് സെയിലിന് പോണം, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രൊഡക്റ്റ്, അങ്ങനെ ആളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ പോലും ആള് സംസാരിക്കുന്നത് RCM ആണ്. അങ്ങനെയുള്ള ഇതില് നമ്മളാണെങ്കിൽ ഭയങ്കര, നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഒരു ആ കരം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആള് രക്ഷപ്പെട്ടു. കാലിന് ഒരു രോഗി ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മെമ്മറി ലോസ് അങ്ങനെ വലിയ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരും, ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ അതൊന്നുമില്ല, നമ്മളെ ദൈവം സഹായിച്ചു. അങ്ങനെ അമ്മ ബെറ്ററായി വന്നു. പക്ഷെ അമ്മയ്ക്ക് ഒട്ടും നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാല് അത്രയും ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒരുപാട് മാസങ്ങളോളം വർഷങ്ങളോളം അമ്മ വീട്ടില് തന്നെയായിരുന്നു. പക്ഷെ ആ ടൈമിലും എന്റെ അമ്മ RCM ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഫോൺ വിളിച്ചായാലും അല്ലെങ്കിൽ എന്താ പറയാ കാണാൻ വരുന്ന വ്യക്തികളോടായാലും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് RCM ആണ്. ആ ടൈമിൽ പെയിൻ കില്ലേഴ്സിന് പകരം അമ്മ യൂസ് ചെയ്തിരുന്നത് RCMന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആണ്. 12 ഒടിവ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് 3 മാസം കൊണ്ട് എല്ലാ ഒടിവും ക്ലിയർ ആക്കി മാറ്റി. ഒരു ഒടിവും ഇല്ല. എന്റെ അമ്മയുടെ എല്ല് എങ്ങനെയായിരുന്നോ പണ്ടുണ്ടായിരുന്നത് അതുപോലെ ആക്കി കൊടുത്തത് നമ്മുടെ RCMന്റെ BJ ബോൺ ആൻഡ് ജോയിന്റ് ആണ്. അതും കൂടി ആയപ്പോ എനിക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം ഞാനാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണതും ചെക്കപ്പിനായാലും എല്ലാത്തിനും ഞാനാണ് കൂടെ പോവുക. വേറെ ആരും ഇല്ല. മക്കള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദർ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ കൊണ്ടുപോകുമ്പോ ഡോക്ടേഴ്സ് തന്നെ എന്റെ അടുത്ത് എക്സ്റേ എടുത്തിട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, അനിതയുടെ എക്സ്റേ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എല്ലൊക്കെ ജോയിന്റ് ആയില്ലോ, ഭയങ്കര അതിശയായി പോയി. കാരണം അവര് തരുന്ന കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഈ എല്ലൊന്നും പെട്ടെന്നൊന്നും മുറി കൂടില്ല എന്ന് അവർക്ക് അറിയാം. അപ്പൊ അവർക്ക് തന്നെ അതിശയായി ഇത് എങ്ങനെ പറ്റിയെന്ന്. അപ്പൊ നമ്മളൊന്നും പറയാൻ പോയില്ല. കാരണം ചില ഡോക്ടേഴ്സിനൊന്നും അവര് പഠിച്ചതിനെ കവർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോ എന്നും ഇത് കൊണ്ടുപോകാനൊന്നും പറ്റുണ്ടാവില്ല. അത് അവരെ സാഹചര്യം കൊണ്ടായിരിക്കും. അപ്പൊ അവർക്ക് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ ഈ പുറത്തുനിന്ന് എന്നും കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. കാരണം അതിന് വേറൊരു മാർഗം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് ഈ ഒരു ന്യൂട്രീഷൻസ് ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വെള്ളം മാത്രം കുടിച്ചാലും നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ എനർജി ഉണ്ടാവും. കാരണം ഞാന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ ഒരു ടാബ്ലറ്റ്സ് മാത്രം എടുത്തിട്ട്, ആലോചിക്കണം, ഒരു നേരം ഫുഡ് കഴിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തല കറങ്ങി വീഴുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റേണ്ട ഒരു വ്യക്തി ഇന്നൊരു ടാബ്ലറ്റ് മാത്രം കഴിച്ചിട്ട് ഒരു ദിവസം ഫുള്ള് എന്നോട് നിൽക്കാൻ പറഞ്ഞാലും ഞാൻ നിൽക്കും. കാരണം അതിന് അതിൻ്റെതായ പോഷകം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ഇത് എനിക്ക് ബോധ്യമാക്കി തന്ന വേറൊരു വ്യക്തി നമ്മുടെ ഡോക്ടർ രാജൻ സാറാണ്. കാരണം ഒരു ദിവസം നമ്മള് പള്ളി എന്താ പറയാ തൃപ്പൂര് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പണ്ടാണ് കേട്ടോ, ഒരുപാട് പണ്ട്. അപ്പൊ ഞാനിങ്ങനെ മീറ്റിങ്ങിന് പോയപ്പോ സാർ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു, ഇയാളൊന്ന് ബോഡി സ്കാൻ ചെയ്തോ, ഇതിൽ നമ്മൾക്കുള്ള ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് എന്താ പറയാ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. RCM ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ ബിസിനസ് എന്നുള്ളൊരു ഭാഗം ഞാൻ കണ്ടിരുന്നില്ല. RCMന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യും, ആരെങ്കിലോടൊക്കെ ജസ്റ്റ് പറയാൻ പറഞ്ഞാൽ പറയും, അത്രയൊക്കെ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ വലിയ ആധികാരികമായി അതിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. അതാണ് എന്റെ ഒരു മിസ്റ്റേക്ക്.
ഷോപ്പിലായാലും ഞാൻ പറഞ്ഞു ഒരു പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഷോപ്പിലൊന്നും ആദ്യം ഈ പാർലറിൽ വെച്ചിട്ടൊന്നും അമ്മ പറയും ഇങ്ങനെ കൊണ്ടു കൊടുക്ക് നമ്മളുടെ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാല് കീസോൾ പ്രോഡക്ട്സ് ഒക്കെ സെയിൽ ആവൂലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഇതൊക്കെ വിൽക്കലല്ലേ പണി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഞാൻ കുറേശ്ശൊക്കെ കീസോൾ ആയാലും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ആയാലും ഷോപ്പിൽ വെച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് എനിക്ക് ഇന്ന അനുഭവങ്ങൾ കിട്ടിയതാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അതും തുടങ്ങിയത് ഇപ്പം 1-2 മാസേ ആയിട്ടുള്ളൂ ഞാനിപ്പോ ഇതിലേക്ക് ഒന്ന് ആക്റ്റീവ് ആയി വന്നത്. ആക്റ്റീവ് ആക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഒരു ആലപ്പുഴ ട്രിപ്പാണ്. എന്റെ അമ്മ ഈ ഫീനിക്സിന്റെ ക്ലാസ്സിനൊക്കെ പോയി അങ്ങനെ എന്തോ ഒരു ട്രെയിനിങ്, എന്തിന്റെ ട്രെയിനിങ് ആർന്നത് പോലും എനിക്കറിയില്ല. അപ്പൊ എന്തോ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മളെ എന്താ പറയാ ഒരു ട്രിപ്പ് കൊണ്ടുപോയിണ്ടായിരുന്നു സുരാഗ് സാറ്. അപ്പൊ ആ ട്രിപ്പിൽ അമ്മ എന്നെയും മോനെയും കൊണ്ടുപോയി. കാരണം എനിക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബോട്ടിംഗ് പോണം, ആലപ്പുഴ പോണം, ആ ബോട്ടിലൊക്കെ കയറി ഒന്ന് കറങ്ങണം, അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണെന്നൊക്കെ അതൊക്കെ ഒന്ന് അറിയണം എന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കല്യാണ സമയം നല്ല സമയമായിരുന്നു, കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ എവിടേക്കും പോവാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ അമ്മ അങ്ങനെ പറയണേ ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട്, നീ ഉണ്ണി വായോ നമ്മള് പോവാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ട്രിപ്പ് പോയപ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്നും വരില്ല, എന്തിന് ഈ ആർസിഎമ്മിന്റെ മീറ്റിംഗ് ആണ്, അവിടെ ചെല്ലുമ്പോഴും മീറ്റിംഗ് ഇവിടെ ചെല്ലുമ്പോഴും മീറ്റിംഗ്, ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല, ക്ലാസ് കേൾക്കാനല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു അതൊന്നും ഇല്ല, നീ ജസ്റ്റ് വായോ, ഒരു എൻജോയ്മെന്റ് ആണ്, ഒരു ട്രിപ്പാണ് വായോ, എന്റെ ആന്റിയുടെ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി ആകുമ്പോ രസമായിരിക്കും വായോ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെ ഞാൻ പോയി. ആദ്യമൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു, കാരണം ഈ ക്ലാസ് അല്ലേ കേൾക്കുക, നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ യൂത്ത് ആയിട്ടുള്ള പിള്ളേരുകൾ എല്ലാവരും ഈ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് ഇൻസ്റ്റായിലായാലും ഫേസ്ബുക്കിലായാലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നടക്കുന്ന ടൈമാ. അപ്പൊ ഈ ക്ലാസ് ഒക്കെ കേൾക്കാൻ 1-2 മണിക്കൂറൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നോടാണ് പറയണത് നിങ്ങൾ വായോന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. എന്നാലും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ശരി വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ആർസിഎമ്മിൽ ഇത്രയും എൻജോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി പോലെയാണെന്നുള്ള ഒരു ഫീല് എനിക്ക് വന്നത് ആ ഒരു ട്രിപ്പിലാണ്. ആ ട്രിപ്പ് പോയി വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അമ്മോട് പറയുന്നത്, അമ്മ നമുക്ക് ആർസിഎം ഒന്ന് ചെയ്തു നോക്കാം എന്ന് ഞാനൊരു വാക്ക് അമ്മോട് പറയുന്നത് അന്നാണ്. കാരണം 5-6 വർഷമായിട്ട് തന്നെയല്ലേ നിന്നോട് ഞാൻ പറയണേ ഇതിൽ ഇങ്ങനെയാണ് ഇന്ന പോലെയാണ്. പക്ഷെ അമ്മ ഒന്നും മീറ്റിങ്ങിനാണല്ലോ പോകുന്നത്, ഞാനൊന്നും ഇല്ല മീറ്റിങ്ങിനാണ് പറഞ്ഞു പറഞ്ഞു. ആർസിഎമ്മിലൂടെ നമുക്ക് എന്താ പറയാ ആരോഗ്യം മാത്രല്ല കിട്ടുക, എൻജോയ്മെന്റും കിട്ടും, നമുക്കൊരു ഫാമിലിയും കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്കൊരു ഫാമിലി ആയിട്ട് നമ്മുടെ അച്ഛനും അമ്മയും മക്കളും അല്ലെങ്കിൽ കസിൻസ് ഒക്കെ കൂടി പോയാൽ പോലും ഇത്ര എൻജോയ്മെന്റ് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്റെ ഫാമിലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഫാമിലി എനിക്കറിയില്ല. എന്റെ ഫാമിലി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് ആ ഒരു സന്തോഷം എന്റെ ഫാമിലി ആയിട്ടാണ് പോയായിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയും എൻജോയ്മെന്റ് എനിക്ക് കിട്ടില്ല. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ആർസിഎം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഫാമിലിയാണ്, നമ്മൾക്കൊരു ഹോംലി ഫീല് തരും, അല്ലെങ്കിൽ നമുക്ക് അത്രയും സെക്യൂരിറ്റി കിട്ടുമെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം, ആർസിഎമ്മിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. അപ്പൊ എന്റെ അമ്മയ്ക്ക് നമ്മൾ ഓൾറെഡി ഫ്രാക്ചർ ഒക്കെ പറ്റിയോണ്ട് വണ്ടി ഒന്നും ഓടിക്കാനൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് എന്താ പറയാ പേൾ അച്ചീവർ ആയ സുരാഗ് സാറിന്റെ ഒരു ട്രെയിനിങ് സെഷൻ ഞങ്ങളുടെ ഷോപ്പിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഷോപ്പിൽ വന്നപ്പോ ഞാൻ അന്ന് മീറ്റിംഗിൽ പോയപ്പോ ഇനി മീറ്റിങ്ങിനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാനിരുന്നു. അപ്പോഴാണ് എനിക്ക് ചെറിയൊരു കത്തലൊക്കെ വന്നു തുടങ്ങിയത്. കാരണം അന്ന് സാറ് സംസാരിച്ചത് നമ്മുടെ ഇൻകം എങ്ങനെ വരും, വരുമാനം വരും എന്നുള്ളത്. ഞാൻ വരുമാനം വരുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും സെയിൽ ചെയ്താൽ വരുമാനം കിട്ടും അതെനിക്കറിയാം, കാരണം എന്റെ അമ്മ സെയിൽ ചെയ്യാൻ പോയിട്ട് പൈസ കൊണ്ടുവരണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചാൽ കുറച്ച് കിട്ടും അതും എനിക്കറിയായിരുന്നു. കാരണം നമുക്ക് PV വരുമ്പോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്നും എനിക്കറിയായിരുന്നു. അങ്ങനെ രണ്ട് ഇൻകത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സെയിൽ ചെയ്യാൻ പോവാനൊക്കെ.
അപ്പൊ ഞാൻ ഈ സാറിന്റെ ഒരു ഇൻകം പ്ലാൻ കൂടി കേട്ടപ്പോ എനിക്ക് എങ്ങനെയും ഇതില് വരുമാനമൊക്കെ കിട്ടുമോ? കാരണം ഒരു 5000 ചെയ്യുന്ന ഒരാള് ഡ്യൂപ്ലിക്കേഷൻ വഴി നമ്മുടെ 50K ഒക്കെ അതിന്റെ ഒരു സെഷനാണ് കേട്ടത്. അപ്പൊ 50,000 60,000ലേക്കൊക്കെ എത്താൻ പറ്റുന്നുള്ള ആ കണക്ക് കണ്ടപ്പോ ആണ് എനിക്കിങ്ങനെ, ഓ, നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ട് ഒരു രൂപ വരുമാനം എന്റെ വീട്ടുകാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ചെറിയ വർക്കിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അവർക്ക് നമ്മള് എന്താ പറയാ, അവർക്ക് വയ്യാണ്ടിരുന്ന ടൈമില് പോലും എനിക്ക് അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും എന്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം നമ്മൾക്ക് വരുമാനം ഇല്ല. കാരണം നമ്മൾ ജോലിക്ക് പോവന്നെ വേണം. ജോലിക്ക് പോവാണ്ട് വരുമാനം കിട്ടില്ല. ജോലിക്ക് പോയായിരുന്ന വ്യക്തി അവിടെ കെടുക്കാണ്. ആ ടൈമിൽ അമ്മയ്ക്ക് വരുമാനം വരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അത് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കി തന്നത് സുരാജ് സാറും അർജുൻ സാറും നമ്മുടെ ഫിനിക്സിലൂടെയാണ്. അത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് നമ്മള് എപ്പോഴും ഈ പ്രായമായവരാണ് ഉപ്പും മുളകും വിൽക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ചെറുപ്പക്കാർക്കും ഇതിലൊരു അവസരം ഉണ്ടെന്ന് എന്നെ മനസ്സിലാക്കി തന്നു. ഇവരൊക്കെ ഈ കോട്ടും സൂട്ട് ഇട്ടിട്ട് പറയുന്നത് എന്താന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസത്തില് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. നവംബർ 11-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഫീനിക്സിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനത് കേട്ടു. എനിക്ക് എന്താ പറയാ, ഞാൻ ഭയങ്കര ത്രില്ലായി. ഓ, ഇത്രയും കണക്ക് വെച്ചിട്ടുള്ള പരിപാടി. എനിക്കാണെങ്കിൽ കണക്ക് ചെയ്യാൻ ഇഷ്ടാ. പക്ഷെ ഞാൻ ചെയ്തു വരുന്ന കണക്കുകളൊന്നും എന്റെ സ്കൂളിൽ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല. ഞാൻ വേറെ വഴിക്കോടേക്കേ വരുള്ളൂ. ഉത്തരം കിട്ടിയാൽ പോരെ എന്നുള്ള രീതിയിൽ ഞാൻ കണക്ക് എന്റേതായ രീതിയിൽ ചെയ്യും. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ചില ഡോക്ടേഴ്സിന്റെ പോലെ തന്നെ ടീച്ചർമാർക്ക് കൊണ്ടൊരു എന്താ, ഞാൻ പറഞ്ഞ രീതി കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞാൻ ചെയ്യണേനൊക്കെ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കും. ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിപ്പിച്ചത്, നീ അങ്ങനെ തന്നെ ചെയ്താൽ മതിയും. വല്ല ടീച്ചർ നമുക്ക് എങ്ങനെയാലും ഉത്തരം, മാത്സിന്റെ ഒരു റൂൾ അങ്ങനെയാണല്ലോ, ഉത്തരം കിട്ടുക നമ്മൾ ഏത് വഴിക്കൂടി പോവാന്നാണല്ലോ പറയാം. പക്ഷെ അത് സമ്മതിച്ചില്ല. അപ്പൊ എന്താ പറയാ, മാത്സിന് എപ്പോഴും എനിക്ക് മാർക്ക് കുറയ്ക്കും. നമ്മൾ ചെയ്തത് ശരിയാണെങ്കിലും അവര് ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിൽ ചെയ്തതുകൊണ്ട് എന്നെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ശരിയല്ല എന്താ അങ്ങനെയൊക്കെ. പക്ഷെ ഇവനാണ് നമ്മളെ ആ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പൊ എന്റെ അമ്മ ഞങ്ങളുടെ അധികം ഹെൽപ്പ് ഒന്നും ഇല്ലാണ് സ്റ്റാർ ഗോൾഡ് എന്ന ലെവലിലേക്ക് എത്തിയത്. ചെറിയ സപ്പോർട്ടൊക്കെ നമ്മൾ വെറുതെ കണക്ക് കൂട്ടാനോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഒന്ന് ബിസിനസ് നോക്കാനൊക്കെ ഇരുന്ന് കൊടുക്കുന്നല്ലാണ്ട് അത് ആക്റ്റീവായിട്ട് ചെയ്തു കൊടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. ഞാനായാലും ബ്രദർ ആയാലും അവൻ കുറച്ചൊക്കെ നമ്മളെ അമ്മേനെ ഹെൽപ്പ് ചെയ്യായിരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അവന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഉണ്ടായിട്ട് അമ്മ എന്നോട് പറയും, നീ ഉള്ളതല്ലേ ഇതൊന്നും ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൊണ്ടുപോവാ, അങ്ങനെ നമുക്ക് പറയുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഞാനതും അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിനെ മനസ്സിലാക്കിച്ച് തന്നത് ഇതിലൂടെ യൂത്തിലും ചെറുപ്പക്കാർക്കും വരുമാനം മേടിക്കാമെന്ന് മനസ്സിലാക്കി തന്നത് അവരാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചെറുതായിട്ട് നമുക്കൊന്നു ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ ചെറിയ ചെറിയ എന്താ പറയാ കണക്കുകളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു തുടങ്ങി. എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം പഠിച്ചു എന്നല്ല കേട്ടോ. ഞാനിപ്പോഴും ഒന്നും അറിയില്ല. എനിക്ക് എന്താ പറയാ, ഇപ്പൊ വന്ന ആളുകൾക്ക് എന്തറിയാം എന്ന് പറയുന്ന പോലെ 6 വർഷം മുന്നേ വന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് ആർസിഎമ്മിനെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അന്ന് പഠിച്ചതോ പഠിച്ച പോലെയല്ല ഇപ്പോഴത്തെ ഒരു ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് പീക്ക് ലെവലിലാണ് പോയോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പൊ ആർസിഎമ്മിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വരുന്നതിന് മുന്നേ നമ്മളൊക്കെ വേറെ എന്തെങ്കിലും ജോലികൾക്കൊക്കെ പോയിട്ടുണ്ടാവും. അവിടെ എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം നമ്മള് ഒന്നല്ലെങ്കിൽ ഒരു ബോസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടാണ്. ഞാൻ കുറച്ച് നാൾ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമില് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം എന്താ പറയാ, ബുദ്ധിമുട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം രാവിലെ 7 മണിയാകുമ്പോഴത്തേനും എണീറ്റ് രാവിലെ പോകണം. 7:30 ആവും, 7:30 8 മണി രാത്രിയാവും വരുമ്പോ. നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 രൂപയാണ്. അതും ഈ PF ESI ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോ ആകെ നമുക്ക് കിട്ടുന്നത് 6,900 രൂപയാണ്. ഈ 6,900 രൂപയ്ക്ക് രാവിലെ 7 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം 8 മണിയാവും ഞാൻ വീട്ടിൽ കയറുമ്പോ. എത്ര മണിക്കൂറാണ് നമ്മൾ അവിടെ കഷ്ടപ്പെടുന്നത്?
രാവിലെ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാണ്ടാണ് പോവുക. ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, വയ്യാണ്ടാവും. വെള്ളം കുടിക്കാൻ പോലും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ഒരാളെ പോലും വെയിറ്റ് ചെയ്യിക്കാൻ നമ്മുടെ ഹെഡ് സമ്മതിക്കില്ല. നമ്മൾ അവരെ അറ്റൻഡ് ചെയ്യണം. അവർ എത്ര നേരം ഇരിക്കണോ അത്രയും നേരം നമ്മൾ കൂടെ ഇരുന്ന് അവരെ സംശയം ക്ലിയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് ഒരു ഷോറൂമിലാണ്. അപ്പൊ അവിടെ അങ്ങനെയാണ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ നമുക്ക് അവരെ സെയിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അത് ഓരോ പ്രാവശ്യം ഒരു ടാർഗറ്റ് വെക്കും, ഇത്ര ടാർഗറ്റ് ചെയ്യണം, നമ്മൾക്ക് പ്രഷറാണ്. എന്താ പറയാ, ഓരോ ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി വരാം അത്ര ക്ഷീണിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനെയായിരിക്കും. കാരണം ചില ദിവസം ഒന്നും ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. ഞാൻ ചില ദിവസം കഴിക്കുന്നത് ചിലപ്പോൾ 3 മണി 4 മണി നേരത്തൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് ഒന്നല്ലെങ്കിൽ ക്ലയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലയൻസിനെ മീറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ കോൾ ചെയ്യാനുണ്ടാവും. എന്താണോ സ്റ്റാറ്റസ്, ഒരു നമ്പർ നമുക്ക് കിട്ടിയാൽ പോലും അതിന്റെ സ്റ്റാറ്റസ് എന്താന്ന് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഹെഡിനെ അറിയിച്ചിട്ട് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത്ര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വർഷമാണ് ഞാൻ അവിടെ നിന്നുള്ളൂ. അതോടുകൂടി എനിക്ക് വയ്യാണ്ടായി. കാരണം എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി, ഇതെന്താ ഇതിന് ഭക്ഷണം കൊടുക്കണില്ലേ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ. കാരണം അത്രമാത്രം മെലിഞ്ഞ് സ്ലിമ്മായി ഭയങ്കര എന്താ പറയാ കറുത്ത് ഇരുണ്ടിരിക്കില്ല, അതുപോലെയായിരുന്നു എന്റെ സ്കിന്നൊക്കെ. അത്രമാത്രം ക്ഷീണിച്ച അവസ്ഥയിൽ ഇരുന്നപ്പോ ഞാൻ എന്തിനാ അങ്ങനെ ഞാൻ ജോലിക്ക് പോണേ, എന്റെ ശരീരത്തെ നോക്കാൻ പോലും എനിക്ക് പറ്റണില്ല. കാരണം അതിനുള്ള ഒരു വരുമാനം നമുക്ക് അതിന് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ വീട്ടില് കുറച്ചുകാലം ഞാൻ ഇനി ജോലിക്ക് പോണില്ല, ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ, ഇത്തിരി ക്ഷീണം ഒന്ന് മാറട്ടെ, എന്നിട്ട് വേറെ ജോലി നോക്കാന്നുള്ള രീതിയിൽ ഇരിക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റി. പിന്നെ അമ്മയ്ക്ക് ഷോപ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ പിന്നെ ഞാൻ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. അങ്ങനെ ആ ഒരു വിഷമം കാരണം നമുക്കൊരു ലീവ് വേണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. എന്ന് ഒരു മാസം മുന്നേ റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് ഇന്ന ദിവസം ലീവ് വേണം സാർ. അത് എന്തിനാണ്, ഈ നിസ്സാര കാര്യമാണ്, അതൊന്നും പറ്റില്ല. ആ സമയത്ത് ചിലപ്പോൾ സെയിലുള്ള ടൈം ആയിരിക്കും, നമ്മുടെ കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലീവ് വരെ അവര് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇത്ര ലീവ് എടുത്താൽ ഇത്ര രൂപ സാലറി കട്ട് ചെയ്യും. നമ്മൾ പോയില്ലെങ്കിൽ അന്നത്തെ ദിവസം കട്ട്. എല്ലാത്തിനും അവര് പൈസ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകും. ആകെ നിസ്സാരം എമൗണ്ട് ആണ് നമുക്ക് തരുന്നത്. അതിന് 100 രൂപ തരണുണ്ടെങ്കിൽ 1000 രൂപയുടെ പണിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പക്ഷെ RCM ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം അത് നമുക്ക് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇതിനൊരു ടൈമോ ഒരു പീരിയഡോ ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ഇത്ര ചെയ്യണം എന്ന് നമ്മളെ എന്താ പറയാ നിർബന്ധിക്കാൻ ഒരാളില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ച് നമുക്കത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത്. നമ്മളാണല്ലോ ബോസ്, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പുറമെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു നമ്മുടെ കറുകുറ്റിയില്. വളരെ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. അതിൽ അറ്റൻഡ് ചെയ്തവർക്ക് വളരെ എന്താ പറയാ അത് അറ്റൻഡ് ചെയ്താൽ അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും. കാരണം അവരുടെ ടീം ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ട എല്ലാം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യാത്തവർക്ക് വളരെ നഷ്ടമായി പോയി. കാരണം അത്ര നല്ല ക്ലാസ് നമുക്ക് എനിക്ക് എടുത്തു പറയേണ്ടത് അനീഷ് രവീന്ദ്രൻ സാറിന്റെ ഒരു ക്ലാസ് ആണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നമ്മള് ഒരു ബിസിനസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ എടുക്കുന്ന അപ്രോച്ച് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ എവിടെ എത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഒരു ജോലി വേറൊരു സ്ഥലത്ത് ജോലി ചെയ്തായിരുന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന എന്റെ ടൈം, എന്റെ സ്കില്ല്, എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്താ പറയാ, ഞാൻ എന്റെ ഒരു ദിവസം മൊത്തം അങ്ങോട്ട് പോയി. അത്ര നമ്മള് പ്രഷറും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കണേ, അവരുടെ ടേൺ ഓവർ കൂട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. കാരണം അവര് പറയണു, നമ്മൾ ചെയ്യണു. കാരണം അവരാണ് നമുക്ക് ശമ്പളം തരുന്നത്, അതുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഈ RCMല് നമ്മളെന്താ ചെയ്യുന്നേ, നമ്മള് അപ്രോച്ച് എടുക്കുന്നത് നേരെ വിപരീത. ഇവിടെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനുള്ളത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ തരാൻ നമ്മുടെ RCM തയ്യാറായിട്ടും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ സമയം, നമ്മുടെ സ്കില്ല്, നമുക്കൊരു പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിന് വേണ്ടി
ട്രൈ ചെയ്ത് നോക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പിൻ ലെവലൊക്കെ അച്ചീവ് ചെയ്യാത്ത പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം മിസ്റ്റേക്ക് ആണ്. കാരണം ഇഷ്ടം പോലെ വഴികൾ, ശരിക്കും പറഞ്ഞാൽ 6 വഴികൾ ഇപ്പം ഉണ്ട് നമുക്ക് വരുമാനം വരാൻ. സെയിലായാലും സെയിലിലൂടെ നമുക്കുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നതോടെ ഉണ്ട്. ഇപ്പൊ ദാ ഒരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീമിലൂടെ ഉണ്ട്. അതുപോലെ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഷോപ്പുള്ളവർക്കൊക്കെ അറിയാം ഷോപ്പിലൂടെ ഒരു വരുമാനം കിട്ടുന്നുണ്ടെന്ന്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനായാലും ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ആ ഒരു പാർലർ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ഉള്ളിൽ എക്യുപ്മെന്റ്സ് വേണം, അതുപോലെ അതിൽ വർക്ക് ചെയ്യാൻ ആളുകൾ വേണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഷോപ്പ് റെന്റിന് എടുത്തിട്ടൊക്കെ ആവും ചെയ്യാം. അപ്പൊ എല്ലാ മാസവും നമുക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പം അതില് സാറ് പറയുണ്ടായി ആൾക്ക് ഒരു ഷോപ്പ് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആൾ അതിൽ 18 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ RCM-ലോ നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ? അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പൈസ വേണ്ടാന്ന് പറയുന്നതാണോ നമ്മുടെ ബുദ്ധിമുട്ട് എന്നാണ് എനിക്കറിയാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. എന്താ, ഒരു 10,000-10,000 രൂപ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യ്. എന്നിട്ട് നമ്മുടെ ഷാജുദ്ദീൻ സാർ ഒരു ഹോം ഷോപ്പ് കാണിച്ചു തരുന്നുണ്ട് സാറിന്റെ. അതുപോലെ നമ്മൾ ഒരു ഹോം ഷോപ്പ് ഒരു 10,000 രൂപ മുടക്കി ഒരു ഹോം ഷോപ്പ് അങ്ങോട്ട് തുടങ്ങാം. എന്നിട്ട് നമ്മൾ ഒരു ബിസിനസ്മാൻ ആയി കാണിക്കുക. എന്നാൽ നമുക്ക് വരുമാനം കിട്ടും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം മാറ്റിയാൽ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ മുകളിൽ ഒരുപാട് ലീഡേഴ്സ് നമുക്കത് കാണിച്ചു തന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന അത്രയും ബുദ്ധിമുട്ട് നമുക്കില്ല. പണ്ട് കല്ലും മുള്ളും, പണ്ട് നമ്മളെ മലയ്ക്ക് പോകുന്ന ശബരിമലയ്ക്കൊക്കെ പോയ കല്ലും മുള്ളും ഒക്കെ താണ്ടിയാണ് അവരിപ്പോ ഈ ഒരു പൊസിഷനിലൊക്കെ സ്റ്റാർ എമറാൾഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരല്ല. അതിന് ഒരുപാട് കഷ്ടപ്പെടണം. അത്ര വർഷം എടുത്തിട്ട് അവര് കഷ്ടപ്പെട്ട് അവിടെ എത്തി നമുക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇവിടം വരെ എത്താനുള്ള വരുമാനം ഉണ്ട്, ഞങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു. പക്ഷെ അവര് ചെയ്ത അത്രയും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കണ്ടുപിടിക്കും ചെയ്യാനുള്ള ഒരു വഴി അവര് തുറന്നു തന്നു. അന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് 3500-ലധികം പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണോ? ഒരു പ്രോഡക്റ്റ് എന്തിന്, നമ്മൾ ഒരു ഇന്റിമേറ്റ് വാഷ്, ഇപ്പം കീസോളിലുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ്, ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇന്റിമേറ്റ് വാഷ്. ഒരു പ്രോഡക്റ്റ് വിറ്റാൽ നമുക്ക് ഒരു 100 രൂപ ലാഭം കിട്ടും. അങ്ങനെ ഒരു 10 പ്രോഡക്റ്റ് വിറ്റവർ ഡെയിലി 10 പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര 1000 രൂപ കിട്ടി. ആ 1000 രൂപയുടെ ഒരു 71, നമുക്ക് അതിന് PV വരുന്ന 71 PV. ആ 71 PV എന്ന് പറയുമ്പോ നമുക്ക് അതും ഒരു വരുമാനമാണ്. 1000 രൂപ കയ്യിൽ കിട്ടി, 71 PV-യുടെ ഒരു ഇപ്പൊ ഏറ്റവും താഴെ കിടക്കുന്ന ആളുകൾക്ക് പോലും 2% കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫ്രീ പ്രോഡക്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് RCM തന്നിട്ടും നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമുക്കൊന്നും ചെയ്യാനായിട്ട് ഇതില് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഇത് ഭയങ്കര പാടാ പറയാൻ. നമ്മള് അറിഞ്ഞിട്ടാണോ? ഇപ്പൊ ഞാൻ തന്നെ എന്റെ ആരെങ്കിലും ആയിട്ടാണോ ഞാനൊരു ഷോറൂമിൽ വർക്ക് ചെയ്ത് അവരെന്റെ ആരെങ്കിലും ആണോ? അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ലേ? ഓരോ കസ്റ്റമേഴ്സിനെയും വിളിച്ച് വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അവരെ ഇപ്പം ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഇവരെടുക്കാൻ വന്നത് വേറൊരു വണ്ടിയായിരിക്കും. ആ വണ്ടിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഏതാ സെയിൽ കുറവുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാൻ വരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും RCM-ൽ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം. കാരണം എന്റെ 6 വർഷം ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ നമ്മുടെ ബിസിനസിനെ മനസ്സിലാക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ പ്ലീസ് ആരും വൈകരുത്. കാരണം നമുക്ക് ഇത്രയും വഴികളുണ്ട്, ഒരുപാട് വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. ബോണസ് ആയിട്ടും നമുക്ക് വരുമാനം തരും, മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് വരുമാനം നമ്മുടെ കമ്പനി നമുക്ക് ഇങ്ങോട്ട് വാ, ഞാൻ തരാൻ റെഡിയാണ്, ഇതാ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, നമുക്ക് മേടിച്ചാ മതി. അപ്പൊ മേടിക്കാനായിട്ട് അവസരം അവര് തന്നു, അത് മേടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. എന്നെ പോലെ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് കളയരുത്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. കാരണം ചെറുപ്പക്കാര് ചെയ്യില്ല, പക്ഷെ ചെറുപ്പക്കാർ ഇതിൽ ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് പേര് കാണിച്ചു തന്നു, ഒരുപാട് പേര് എന്നെ മനസ്സിലാക്കിച്ചു തന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തെങ്കിലും ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്താലല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റോ ഇല്ല. നമുക്കൊരു മുൻധാരണയുണ്ട്, ഞാനത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാൽ ശരിയാവില്ല. നമ്മുടെ ആ ധാരണ നമ്മൾ എടുത്ത് മാറ്റിയാൽ തന്നെ നമ്മൾ പകുതി ഓക്കെ ആവും.
ഇപ്പൊ ഞാനൊരു ആളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു അറിയാത്ത ഒരു വ്യക്തി, ആ വ്യക്തിയോട് നമ്മൾ പോയി പറയുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പോയി പറയാം, അതെന്തിട്ട് വിചാരിക്കുക, അവന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവോ അല്ലെങ്കിൽ വേണ്ട, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയി പോവോ, എങ്ങനെയൊക്കെയുള്ള കുറെ ചിന്താഗതി വെച്ചിട്ടാണ് നമ്മൾ അതിനെ, അതായത് മുൻവിധിയോട് കൂടി അവൻ അങ്ങനെ പറയും അല്ലെങ്കിൽ അവൾ ഇങ്ങനെ പറയും എന്നുള്ള മുൻവിധിയോട് കൂടി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ അതൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട്, ഇപ്പൊ നമ്മുടെ ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഇതില്ലാണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ. അവര് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളത് പറയും, അവർക്ക് മനസ്സിലാവോ മനസ്സിലാവാതിരിക്കും, എനിക്ക് പറയണം എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് നമ്മൾ മാറിയാൽ തന്നെ നമ്മൾ ആർസിഎമ്മിൽ പകുതി വിജയിച്ചു. പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ബിസിനസ് ആയിട്ട് എടുക്കുന്നവർക്ക് കുറച്ച് ഇൻകം എങ്ങനെ വരുന്നു, വരുമാനം എങ്ങനെ വരുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും എങ്ങനെ പോയാലും ഒരു റോയൽറ്റി ടെക്നിക്കിലൊക്കെ എത്താൻ വരെ പറ്റും. ബാക്കി നമ്മുടെ ടീം എന്താ പറയാ, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സ്കില്ല് കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഡയമണ്ട് വരെ എത്താനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ നമ്മള് ആർസിഎമ്മിൽ വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരോഗ്യം മാത്രമല്ല, വരുമാനം കിട്ടും. വരുമാനം കിട്ടും എങ്ങനെ, ആർസിഎം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണെന്ന് കുറെ പേർക്ക് പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആർസിഎം എന്ന് പറഞ്ഞാൽ എന്താ, അത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണെന്ന് പറയും, ശരിയായ വിപണന രീതി. പക്ഷെ ആർസിഎം എന്ന് പറയുന്ന ഒരു ബിസിനസ് ശരിക്കും നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വരുമാനം തരും, നമുക്ക് ആരോഗ്യം തരും, നമുക്ക് സ്വയം പര്യാപ്തത തരും. ഒരു ശരിക്കും നമ്മുടെ ഈ ആർസിഎം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ഒരു ജോലിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെച്ചിട്ടുണ്ടാവും, ഇത്ര എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ഇത്ര വരെ പഠിച്ചിട്ടുണ്ടാവണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവര് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ഇങ്ങനെയുള്ളവരെ മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ. പക്ഷെ ആർസിഎമ്മിൽ അങ്ങനെ ഒന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞ ഒരു ഏതൊരു ഇന്ത്യൻ പൗരനോ അല്ലെങ്കിൽ ആർക്കോ നമുക്ക് പ്രായം പരിധി ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ബിസിനസ് ആണ് ആർസിഎം. ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, പഠിപ്പ് വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെ അതിനെ മനസ്സിലാക്കാൻ പഠിക്കാനായിട്ട് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായാലും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിച്ച് തരാനായാലും നമുക്ക് ഇഷ്ടം പോലെ ലീഡേഴ്സ് ആയാലും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് കൂടെ ഇരുന്ന് പറഞ്ഞു തരും. നമ്മുടെ പുറമെ പോയാൽ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടില്ല. നമുക്ക് ആർസിഎം നമുക്ക് വരുമാനം തരുന്നതോട് കൂടി നമുക്കൊരു സെക്യൂരിറ്റിയും കൂടിയാണ് തരുന്നത്, ഫ്രീഡം തരുന്നുണ്ട്, സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം, ആരും പേടിക്കണ്ട, നമ്മുടെ ബിസിനസ്സാ, നമ്മളൊക്കെ ഇതിന്റെ ഓരോ ഭാഗമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് സ്വാതന്ത്ര്യത്തോടു കൂടി, സെക്യൂരിറ്റിയോട് കൂടി, എന്നാൽ വരുമാനത്തോടു കൂടി എവിടെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക. ഞാൻ ഇപ്പൊ എനിക്ക് ഒരുപാട് പ്രായമായിട്ടില്ല, പക്ഷെ എന്നാലും എന്റെ ഇത്രയും കാലഘട്ടത്തിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. എനിക്കറിയില്ല എത്ര നന്നായിട്ട് നമ്മൾക്ക് ഒരു അവസരം തുറന്നു തരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇനി ഉണ്ടാവുന്നു. കാരണം ഇവിടെ നമുക്ക് അറിവും കിട്ടും, പൈസയും കിട്ടും, സെക്യൂരിറ്റിയും കിട്ടും, ഫാമിലി എന്താ പറയാ നമ്മളൊരു മീറ്റിംഗിൽ പോയി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റെസ്പെക്ട്, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്ക് ഏതൊരു പുറമെ പോയാലും നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു സെക്യൂരിറ്റി അവർക്ക് ഉണ്ടാവില്ല. ഏത് പാതിരാത്രി ആയാലും നമ്മൾ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ഈ നേരത്ത് വരുമ്പോൾ ആളുകൾ എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എനിക്കായാലും നമ്മൾ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കൊളീഗ്സ് ആയാലും. കാരണം നമുക്ക് ഓരോരോ ടാർഗറ്റ് വെക്കുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ട്, നമ്മളെ ഇടയിലൊക്കെ ഭയങ്കര വിള്ളലുകൾ വരുത്തുന്നുണ്ട്. പക്ഷെ ആർസിഎമ്മിൽ അങ്ങനെയല്ല, നമ്മൾ ഉയരും തോറും നമ്മുടെ ലീഡേഴ്സ് ആയാലും നമ്മളെ നിങ്ങൾ ഉയരൂ, നിങ്ങൾ ഉയരുന്നത് കാണാനാണ് ഞങ്ങൾക്ക് സന്തോഷം, നിങ്ങൾ വളർന്നു വരുന്നതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിർത്തുന്ന ലീഡേഴ്സ് ആണ്. അതായത് നമുക്ക് ബോസ് അല്ല, നമ്മുടെ അറിവ് മനസ്സിലാക്കി നമ്മളെ തിരുത്തി തരുന്ന ഗുരുനാഥന്മാരാണ് കൂടുതൽ നമുക്കുള്ളത്. എന്ത് ചോദിച്ചാലും നമുക്ക് എന്താ പറയാ, പൂ ചോദിച്ചാൽ പൂക്കാലം തരുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ള എല്ലാ ലീഡേഴ്സും. അപ്പൊ നമ്മൾ അവരെ യൂസ് ചെയ്യാ, നമുക്കറിയാത്തത് മനസ്സിലാക്കിച്ചു തരാൻ അവര് റെഡിയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണെന്നുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ടൈം ആവുമ്പോ ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂട്ടാ, ഞാൻ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു പോവേ. അപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ
നമുക്ക് നമ്മള് പുറമേ ചെയ്യുന്ന അത്രയും പോലെ എഫോർട്ട് ഇല്ലാതെ നമുക്ക് വരുമാനം കിട്ടുന്ന ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ എന്നും കൂടെ വെക്കണം. നമുക്ക് എന്താ പറയാ, നമ്മള് പൈസ നോക്കിയിട്ട് പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, നമുക്ക് കിട്ടിയ ആ ഒരു എന്താ പറയാ ആരോഗ്യം എന്താണ്, നമുക്കത് കിട്ടിയത് അത് നമ്മൾ ഒരാൾക്ക് പറയുമ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് നല്ല വ്യത്യാസം ഉണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറയുമ്പോ നമ്മള് നമ്മുടെ സ്നേഹം ആണ് ചെയ്യുന്നത്. എന്താ, നമ്മുടെ സ്നേഹം, നമ്മുടെ സന്തോഷം, നമ്മൾ നല്ലൊരു കാര്യം ഒരാൾക്ക് പകർന്നു കൊടുക്കുക ചെയ്യണേ. നമുക്കൊരു 10 രൂപ കിട്ടുമ്പോ നമ്മള് 10 രൂപ എനിക്ക് കൂടുതൽ കിട്ടി, ഇൻസെന്റീവ് കിട്ടി, അപ്പുറത്തെ ആൾക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഞാൻ അവൾക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുമ്പാണ്. എന്താ പറയാ, അവൾക്ക് കൂടുതൽ കിട്ടി, എനിക്ക് കുറവ് കിട്ടിയുള്ളൂ, അവള് ഇത്തിരി ടാർഗറ്റ് ഇത്തിരി കൂടുതൽ, അടുത്ത പ്രാവശ്യം അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ എങ്ങനെ അങ്ങനെയാണ് നമ്മൾ പുറമേ ഉള്ള ഇതിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരാൾക്ക് കൂടുതൽ കിട്ടിയാലും സന്തോഷമാണ്. നമ്മുടെ ലീഡേഴ്സിനൊക്കെ നമുക്ക് വരുമാനം കിട്ടുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. നമ്മളോട് എന്നിട്ട് അവർ പറയും നിനക്ക് കൂടുതൽ കിട്ടി, കുറച്ച് കൂടുതൽ എനിക്ക് തായോന്ന് അവർ പറയാറില്ല. അങ്ങനെ ഒരു നല്ല ഒരു പ്രസ്ഥാനവും അതിൽ ഒരുപാട് ഗുരുക്കന്മാരും കിട്ടിയ നമ്മള് ഭാഗ്യവാന്മാരാണ്. കാരണം ഭാഗ്യമുള്ള വ്യക്തികൾക്ക് ഈ RCM പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും 6 വർഷമായിട്ടും എനിക്കിത് മനസ്സിലായില്ല, പക്ഷെ എനിക്കിത് എന്തെങ്കിലും മനസ്സിലാവും എന്നുള്ള രീതിയിൽ ഈ RCM എന്നെ വിട്ട് പോവാതെ ഇങ്ങനെ നിന്നിരുന്നത് അതുകൊണ്ടായിരിക്കും. കാരണം എനിക്ക് എവിടെയോ ദൈവം അനുഗ്രഹം വെച്ചിട്ടുണ്ട്. എന്റെ RCM എനിക്ക് എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുണ്ട്, എനിക്കായാലും അതിൽ നന്മ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇതിലാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഇത്രയും വർഷം എടുത്തിട്ടായാലും RCM എന്നെ വിട്ടു പോവാതിരുന്നത്. കാരണം RCM തന്ന ആരോഗ്യത്തിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇന്ന് എനിക്ക് എന്താ പറയാ, ഇന്നും എനിക്ക് ഒരു പീരിയഡ്സ് ഡേ ആണ്, എന്റെ ഫസ്റ്റ് ഡേ ആണ്. ആദ്യമായിട്ട് പീരിയഡ്സ് വരുന്ന ദിവസം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ പറഞ്ഞു, കിടന്നുറങ്ങാൻ പോലും പറ്റില്ല, വേദന എടുത്തിട്ട് കരയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഇത്രയും പീരിയഡ്സിന്റെ ടൈമിലും ഈ ഒരു ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും എനിക്ക് ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ, നന്നായിട്ടെന്നല്ല എനിക്ക് പറ്റാവുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കാരണം നമ്മുടെ ന്യൂട്രീഷ്യൻസ് തന്നെയാണ്, ഈ RCM ആണ്. RCM എനിക്കിത് കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എന്നും എന്താ പറയാ മരുന്ന് കഴിച്ച് പെയിൻ കില്ലേഴ്സ് എടുത്ത് ഇങ്ങനെ എന്റെ ജീവിതം വലിയ വലിയ രോഗങ്ങളിലേക്ക് മാറിപ്പോകുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഒരു തൈറോയിഡിന്റെ ഞാൻ ടാബ്ലറ്റ്സ് പോലും ഇപ്പൊ എടുക്കുന്നില്ല. എനിക്ക് തൈറോയിഡ് നോർമലാണ്, യാതൊരു പ്രശ്നം അതിനെ കൊണ്ട് ഉണ്ടാവുന്നില്ല. PCOD നോർമലാണ്, കാരണം എനിക്കൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് RCM വന്നതിലൂടെ. പക്ഷെ RCM ഒരു വരുമാനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല, അത്രയും ടൈം പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇനി എന്തായാലും വെറുതെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ RCM ഞാൻ പ്രൊമോട്ട് ചെയ്യും. RCM വരുമാനം മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തു. നമ്മൾ പറയുന്നവരും ചിലപ്പോ ഇതുപോലെ സമയം എടുത്തേക്കാം. നമ്മൾ ആരും വിട്ട് കളയരുത്. പണ്ട് സാറ് പറയും, വഴിയിൽ പോകുമ്പോ ഒരു പോസ്റ്റ് കണ്ടാൽ പോലും ആ പോസ്റ്റ് ആയാലും ഒരു വടിയോ ഒരു കോലോ ലൈറ്റ് എന്ത് കണ്ടാലും നമ്മൾ RCM പറയാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ RCM പഠിക്കൂ. ഒരാളല്ലെങ്കിൽ രണ്ടാള് ഒരു ഹോം മീറ്റിംഗ് എടുക്കാൻ പറഞ്ഞാൽ പോലും പേടിയുള്ള വ്യക്തികൾ ഹോം മീറ്റിംഗ് എടുക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തില്ല. അതുകൊണ്ട് തന്നെ ഹോം മീറ്റിംഗ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ആരെങ്കിലും ഇതിൽ ഹോം മീറ്റിംഗ് എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനിക്കാം. കാരണം നമ്മൾ തീരുമാനം എടുക്കാൻ വൈകും തോറും നമ്മുടെ സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സമയം ആർക്കും വേണ്ടിയും കാത്തിരിക്കില്ല. ഈ 6 വർഷം എനിക്ക് വേണ്ടി കാത്തിരുന്നോ? ഇല്ല. 6 വർഷം പോയി. സമയമാവുമ്പോ ഓരോ ദിവസവും ഓരോ മിനിറ്റും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മളെ എന്താ പറയാ സെറ്റ് ചെയ്ത് വെക്കണം. ഈ ടൈമിനുള്ളിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യണം എന്നൊരു ടൈം നമ്മൾ വെച്ച്, നമുക്ക് പുറത്തുള്ള നമ്മൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇത്ര ടൈമിനുള്ളിൽ നീ ഇത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇത്ര രൂപ കിട്ടില്ല, പൈസ കട്ട്, അല്ലെങ്കിൽ ഇത്ര നേരം നീ ജോലി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഹാഫ് ഡേ ലീവ് കട്ട്, പൈസ ഒക്കെ അവിടെ കട്ട് ചെയ്യുക ചെയ്യണേ. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് നമുക്കൊരു 10 രൂപ വരുമാനത്തിന് വേണ്ടി നമ്മുടെ ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. നമ്മള് ഒരു 21 സ്റ്റെപ്സ് ഇതിൽ പഠിക്കാനുണ്ട് ഇല്ലേ? അതിൽ 6 ബേസിക്കലി പറയുന്നുണ്ട് നമുക്കൊരു ഗോള് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. നമുക്കൊരു ഡ്രീം വേണം. എനിക്ക് ആ ഡ്രീം ഇല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ലേറ്റ് ആയത്.
എനിക്കൊരു എന്താ പറയാ സാധാരണ ഒരു വ്യക്തിയുടെ പോലെ സാധാരണ പോലെ എങ്ങനെയാണോ ജീവിച്ചു പോണത് അതുപോലെ പോകണം, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങള് എത്രമാത്രം നമ്മൾ ഉയരങ്ങളിൽ എത്തണം, അല്ലെങ്കിൽ എത്രമാത്രം വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നോ എങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താനുള്ള വഴി നമ്മൾ ചിന്തിക്കുള്ളൂ. ചെറിയൊരു വീട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപയുടെ ഒരു വീട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ 15 ലക്ഷം എങ്ങനെ ഉണ്ടാക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. അല്ല എനിക്ക് 50 ലക്ഷത്തിന്റെ വീട് വേണം, അല്ലെങ്കിൽ 1 കോടിയുടെ കാറ് വേണം എന്ന് നമ്മുടെ ഡ്രീമിനെ നമ്മൾ എന്ന് വലുതാക്കി വലുതാക്കി ചിന്തിക്കുന്നോ അപ്പോഴാണ് നമുക്ക് ആ 1 കോടിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ഒരു വഴി നമ്മൾ ചിന്തിച്ചു തുടങ്ങുള്ളൂ. 100 രൂപയ്ക്ക് 100 രൂപ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോ, അല്ലെങ്കിൽ 100 രൂപയുടെ ചെലവിന് 10 രൂപയാക്കി ചുരുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അവിടെ വളരില്ല. നമ്മൾ നമ്മളെയും കൂടി തളർത്ത ചെയ്യുന്ന നമ്മുടെ കഴിവുകളെ നമ്മൾ ചുരുക്കി കാണാം. എനിക്ക് പറ്റില്ല, അവർക്ക് പറ്റും, എനിക്ക് പറ്റില്ല, അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ ഒന്ന് ചുരുക്കി വെക്കുകയാണ്. കൺട്രോൾ ചെയ്ത് നിനക്ക് ഇത്രേ പറ്റൂ, നിനക്ക് ഇത്രേ പറ്റുള്ളൂ, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തീരുമാനിക്കും. ഞാനും അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഞാനൊക്കെ സ്കൂൾ ടൈമില് എനിക്ക് ഒട്ടും പറ്റില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ സ്പോർട്സിലും അതുപോലെ എന്തെങ്കിലും ലീഡർഷിപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എവിടെയോ വെച്ച് എനിക്കത് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഞാൻ എപ്പോഴും ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പോയാലും എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചാടി നടന്ന് ഓടി നടന്ന് ഓരോന്ന് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ എന്താ പറയാ നമ്മൾ ഓരോ കാലഘട്ടത്തിലേക്ക് മാറി മാറി വരുമ്പോ അത് പതിയെ 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 കുറഞ്ഞു. ഞാനങ്ങനെ എന്നിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി ചുരുങ്ങി പോവാൻ തുടങ്ങി. അതുകൊണ്ടാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിവില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും RCMലേക്ക് ഇറങ്ങിയപ്പോഴും എന്നെ കൊണ്ട് പറ്റുമോന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് കാണേണ്ട സ്വപ്നങ്ങൾ, നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഡ്രീംസ് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത് ഈ നിമിഷം ചെയ്യുന്ന നമ്മൾ എന്ന് സെറ്റ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്നു അന്ന് മാത്രമേ നമുക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. നാളെ ഞാൻ അതാവും, അല്ലെങ്കിൽ വേണ്ട അപ്പയാവാം, അവരാവട്ടെ, അല്ലെങ്കിൽ അവര് ചെയ്യട്ടെ, ഇവര് ചെയ്യട്ടെ, അല്ലെങ്കിൽ സാറ് പറയട്ടെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ സമയമാണ് പോണേ. സാറിനല്ല പോകുന്നത്, നമുക്കാണ് പോണേ. നമുക്ക് ഒരു പിന്നെങ്കിൽ ഒരു പിന്നെ കയറാനുള്ള ആ ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് എപ്പോഴും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡ്രീം, ആ 6 ബേസിക്കും 8 കാർഡിന നമ്മുടെ 21 സ്റ്റെപ്സ്, ആ സ്റ്റെപ്സ് നമ്മൾ എന്ന് ഫോളോ ചെയ്ത് പ്രവർത്തിക്കുന്നു അന്ന് നമുക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവും. അച്ചീവ്മെന്റ്സ് ഉണ്ടാവേണ്ടി ഒന്നും ഇരിക്കില്ല. ചിലപ്പോ കുറച്ചു പേർക്ക് കുറച്ച് ടൈം എടുത്തേക്കാം, അല്ലെങ്കിൽ ചിലർക്ക് പെട്ടെന്നാവും. അതെന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്ന രീതി അനുസരിച്ച്, നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന മനോഭാവം, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ആറ്റിറ്റ്യൂഡിലാണെന്നാണ് നമ്മുടെ അനീഷ് സാറ് നമുക്ക് കഴിഞ്ഞ ദിവസം ട്രെയിനിങ് പ്രോഗ്രാമിൽ പറഞ്ഞു തന്നത്. നമ്മളെങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആളെ മനസ്സിലാക്കുന്നു, ആളോടുള്ള നമ്മുടെ മനോഭാവം, അല്ലെങ്കിൽ നമ്മളോടുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മളെ എവിടെ എത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ് എന്ന് നമ്മുടെ ഗോള് സെറ്റ് ചെയ്യുക. അതിലേക്ക് എങ്ങനെ എത്താം, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചോദിക്കുക നമ്മുടെ ലീഡേഴ്സിനോടായാലും, സാറ് ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ കുഴപ്പമുണ്ടോ. എപ്പോഴും അതിൽ പറയുന്നുണ്ട് നമ്മൾ ഒരു കാര്യം നമ്മുടെ ഇഷ്ടത്തിനല്ല ചെയ്യേണ്ടത്, നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പറയുക, സാർ നമുക്കറിയാത്തത് തിരുത്തി തരാനാണ് നമ്മുടെ ലീഡേഴ്സ് അല്ലേ. നമുക്കറിയുന്ന പോലെ സാറേ ഞാൻ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് അവരോട് ചോദിക്കുക. അപ്പൊ അവർ പറയും നിങ്ങൾ ചെയ്ത് നോക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന അവര് നമുക്ക് പറഞ്ഞുതരും. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അത്. നമ്മളെ ഒരിക്കലും അവര് താഴ്ത്തില്ല, നമ്മളെ ഇൻസൾട്ട് ചെയ്യില്ല. നമ്മള് എന്താ പറയാ, നമ്മൾ ഒരു വ്യക്തികളെ ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പം അവരെ ഭയങ്കരമായിട്ട് പ്രശ്നം. പക്ഷെ ചിലർക്കുണ്ട്, നമ്മളെ പുറമേ നിന്ന് കാണുന്നവര് നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നമ്മൾ RCMൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഇൻസൾട്ട് നമ്മൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം. നിനക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഒരാള് നമ്മളെ പറയുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കല്ല വേണ്ടത്. നമ്മളത് ഞങ്ങൾക്ക് ഒരു ഫീനിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോഴാണ് നമ്മൾ എപ്പോഴും തീയിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് വരണ രീതിയിലേക്ക് നമ്മൾ സ്വയം മാറണം. എന്നാൽ മാത്രമേ മറ്റുള്ളവർ പറയണേല് നമ്മള് ബോധേഡാവില്ല. അവരങ്ങനെ പറയോ ഇവരിങ്ങനെ പറയോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മളെ ബോധിപ്പിക്കുക, നമ്മുടെ ലീഡേഴ്സിനോട് പറഞ്ഞ് നമ്മൾ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ മുന്നേ വഴി കാട്ടി വന്നിട്ടുള്ളവരോട് നമ്മൾ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ആ ഒരു നന്മ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളും വലിയവനോ ചെറിയവനോ അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാവരും RCM ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? എല്ലാവരും സാർ, മാഡം എങ്ങനെയാണ് വിളിക്കുക അല്ലെ? കാരണം അതെന്താ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നേലും വലുതാണ്, നീ എന്നേലും വലുതാണെന്നുള്ള ഒരു വേർതിരിവില്ല. ഇപ്പൊ സ്റ്റാർ എമറാൾഡ് ആയാലും എന്തിന് താഴെ കിടക്കുന്ന ഒരു വൈറ്റൽ ലെവൽ ആയാൽ പോലും സ്റ്റാർ എമറാൾഡ് വന്ന് പറഞ്ഞാലും സാറേ എന്നാണ് വിളിക്കുക. ഞാനൊക്കെ എന്ത് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടാവില്ല, പക്ഷെ നമ്മളെ അവര് കാണുമ്പോ നമ്മളെ വെൽക്കം ചെയ്യുന്നത് സാർ, മാഡം എന്നാണ്. നമ്മൾ പുറമെ പോയാൽ നമ്മളെ അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? നമ്മൾക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളോടായാലും അങ്ങനെ ഒരു മനോഭാവം വളരെ കുറവാണ്. നമ്മുടെ വീട്ടിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റിലല്ല നമ്മൾ വരുന്നത്. നമ്മുടെ ഹസ്ബൻഡ് ആയാലും കുട്ടികളായാലും ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു റെസ്പെക്ട് ഒന്നും. പക്ഷെ RCM അങ്ങനെയല്ല. എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേ രീതികളാണ്, എല്ലാവരെയും ഒരുപോലെയാണ് അവര് കാണുന്നത്. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മള് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ ഗോള് സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്നാണോ അന്ന് തൊട്ട് നമുക്ക് വിജയം ഉറപ്പായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ഗോള് സെറ്റ് ചെയ്തു. ഇനി ഞാൻ ആ സെറ്റ് ചെയ്തേക്കുന്ന ഗോളിന് വേണ്ടിയിട്ട് എന്റെ പ്രവർത്തനങ്ങള് എന്റെ ലീഡേഴ്സിന്റെ സജഷനോട് കൂടി തന്നെ ചെയ്യും. എന്റേതായ ഒരു പരിപാടി ഞാൻ അതിൽ ചെയ്യില്ല. അവര് എന്താണോ എന്നോട് പറയുന്ന അത് വെച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം നമ്മൾ അവർക്ക് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ല പറയാ. നമ്മൾ നമുക്ക് കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം എന്റെ 6 വർഷം പോയത് ഇതിനും വലുത് എന്തൊക്കെയോ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളൊരു ടൈം ആയിട്ടില്ല. അത് ആവാനുള്ള ടൈമിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോ ഇതുപോലെ എല്ലാവർക്കും പുതിയ പുതിയ അച്ചീവ്മെന്റ്സും എല്ലാ കാര്യങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളോടും കൂടി പുതിയ ഒരു ടീം ഡെവലപ്മെന്റ് ചെയ്ത് എല്ലാ പിൻ ലെവലും അച്ചീവ് ചെയ്ത് എല്ലാവരും യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോമിനും എല്ലാ ലീഡേഴ്സിനും നമ്മുടെ ഗ്രേറ്റ് ഗുരു ആയിട്ടുള്ള TCGക്കും മൂർത്തി സാറിനും അതുപോലെ ഡോക്ടർ രാജൻ സാറിനും ഞങ്ങളുടെ എല്ലാം ലീഡറായിട്ടുള്ള സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറിനും പിന്നെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള അർജുൻ സാറ് സുരാഗ് സാറിനും പിന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ അച്ചീവർ പുഷ്പലത മാഡത്തിനും എങ്ങനെ എന്റെ അപ്ലയൻസ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും പ്രത്യേകിച്ച് എന്റെ അമ്മയോടും. അമ്മയാണ് എനിക്ക് വേണ്ടിയിട്ട് എന്റെ പേരിൽ ഒരു ID എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് RCM. താങ്ക് യു.